കുമ്പളങ്ങി എന്ന എറണാകുളത്തുള്ള ആ ദ്വീപുമായിട്ട് എനിക്ക് വർഷങ്ങളായിട്ട് നല്ല പരിചയമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തടവറ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ ക്രിമിനൽസായിട്ടുള്ള പലർക്കും സുരക്ഷിതമായിട്ട് ഒളിക്കാൻ പറ്റിയ ഇടമായിരുന്നു കുമ്പളങ്ങി. കാരണം പാലമില്ല, ചങ്ങാടം മാത്രമേ ഉള്ളൂ. ആദ്യമൊക്കെ ഞാൻ പോകുമ്പോൾ ചങ്ങാടത്തെ കയറിയിട്ടാണ് മറുകര എത്തുക. അവിടെ വെച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യച്ചങ്ങല, മദ്യത്തിനെതിരെ കുമ്പളങ്ങിയിൽ ഒരു ഗ്രാമം തുടങ്ങി മറ്റേ ഗ്രാമം വരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് മദ്യത്തിനെതിരെ ഒരു മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചതൊക്കെ ഓർക്കുന്നുണ്ട്. വലിയൊരു സർപ്പത്തിൻ്റെ രൂപം നീണ്ട ലോറിയിൽ വെച്ച് കെട്ടി ഫോർട്ട് കൊച്ചിയിലെ കാർണിവൽ നടക്കുന്ന സമയത്ത് കൂട്ടത്തോടെ ഒരു കലാപരിപാടിയൊക്കെ നടത്തി. ഈ ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കപ്പ, ചേന, കാച്ചിലൊക്കെ പുഴുങ്ങി കൊടുക്കും. ഈ നാട്ടുകാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും വന്ന് താറാവ് മുട്ടയാണ് പുഴുങ്ങി കൊടുക്കുക. കാരണം കരിമീനും താറാവ് മുട്ടയും വീടിന് ചുറ്റും വെള്ളമായതുകൊണ്ട് അവർക്ക് ധാരാളമായിട്ട് കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോൾ ടോമിച്ചേട്ടൻ്റെ മേരിച്ചേട്ടത്തിയുടെയും വീട്ടിൽ അതാണ് ഈ മക്കളൊക്കെ നല്ലവരായ ശേഷം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഇടം. ആ വീടിൻ്റെ പേര് തന്നെ ജപമാല കൂടാരം എന്നാണ്. ഒരു ദിവസം അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന മേരിച്ചേട്ടത്തി എനിക്ക് താറാവ് മുട്ട പുഴുങ്ങി തന്നു. ഞാനത് പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല ചുമപ്പ് നിറം. ഞാൻ ചോദിച്ചു, എന്താ മേരിച്ചെടുത്തി നിങ്ങളുടെ ഈ താറാവ് മുട്ടയ്ക്ക് ഇത്രയും നല്ല ചുമപ്പ് നിറം? അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ താറാവ് തിന്നുന്നത് എന്നാ നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ താറാവ് ചെമ്മീൻ, ചീനവലയിൽ പിടിച്ച ചെമ്മീൻ കൂട്ടത്തോടെ വേസ്റ്റ് ഇരിക്കുന്നതാണ് ഈ 500 താറാവ് തിന്നുന്നത്. അതിന് നല്ല പ്രോട്ടീനുള്ള ചെമ്മീൻ്റെ വേസ്റ്റ് തിന്നിട്ടാണ് അവർ താറാവ് മുട്ട ഇടുന്നത്. ഇത് വെച്ചുകൊണ്ട് ഞാൻ പിന്നെ ചിന്തിച്ചു, നമ്മൾ തിന്നുന്നത് ബാധിക്കും, കാണുന്നത് ബാധിക്കും, കേൾക്കുന്നത് ബാധിക്കും. ഞാൻ വാളംപുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കാരുടെ വായിൽ എന്ത് വരും? വെള്ളം വരും. അതിൻ്റെ അർത്ഥം എന്താ? കേൾക്കുന്നത് ബാധിക്കും, തിന്നുന്നത് ബാധിക്കും, അപ്പോൾ ചിന്തിക്കുന്നതും ബാധിക്കും. ഞങ്ങൾ 7 മക്കളിൽ 5 അച്ഛനും കന്യാസ്ത്രീകളുമാണ്. അനിയൻ്റെ മോനും വൈദികനാണ്. ചിലരൊക്കെ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്രയും ദൈവവിളി കിട്ടാൻ കാരണം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ, ഈ താറാവ് മുട്ടയുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ എൻ്റെ ചാച്ചനോട് ചോദിച്ചു, ചാച്ചനൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്തായിരുന്നു പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, എടാ നീയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പണ്ടത്തെ റാബേക്കില്ലേ വയലിൻ, അതുകൊണ്ട് ഈ പാട്ടും പാടി, ഏത് പാട്ടാണ്, സുറിയാനി പാട്ടും പാടി അച്ഛന്മാരുടെ കൂടെ കുർബാനയും ചൊല്ലി നടന്ന കാലത്താണ് ഞങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയേ ഉള്ളൂ, അൾത്താരയോടൊരു ആഭിമുഖ്യം, ബലിയോടും ബലിജീവിതത്തോടും ആഭിമുഖ്യമുള്ള ചാച്ചനും ദിവസവും മുടങ്ങാതെ കൊന്ത എത്ര പണിയെടുത്ത് വന്നാലും മുട്ടുകുത്തി കൊന്ത ചെല്ലുന്ന ഒരു കുടുംബവും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളപ്പോൾ കാണുന്നത്, കേൾക്കുന്നത്, ചിന്തിക്കുന്നതും ബാധിക്കും. താറാവ് മുട്ടയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ചാച്ചൻ അൾത്താരയോട് ചേർന്ന് നിന്നുകൊണ്ട് മക്കളായ ഞങ്ങൾക്ക് അൾത്താരയുടെ ആഭിമുഖ്യം തോന്നി, പൗരോഹിത്യ ജീവിതത്തോടൊരു ആഭിമുഖ്യം തോന്നി, സമർപ്പിത ജീവിതത്തോടൊരു ആഭിമുഖ്യം തോന്നി. ഇതിലും ഇതുപോലെ തന്നെ വേറൊരു ഉദാഹരണമാണ് സച്ചിൻ ബേബി. ഞാനാണ് സച്ചിൻ ബേബിയെ കെട്ടിച്ചത്. തൊടുപുഴ ടൗൺ പള്ളിയിൽ വെച്ച് ക്രിക്കറ്റ് രഞ്ജി ട്രോഫിയുടെ ക്യാപ്റ്റൻ. അവൻ്റെ അമ്മയുടെ അനുഭവത്തോടെ ഞാനിത് പറയുക. ഞാനൊരു ദിവസം അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുന്ന മടക്കത്താനത്താണ് വീട്, തൊടുപുഴ. വീട്ടിൽ ചെന്ന് എനിക്ക് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് കാപ്പിയൊക്കെ തന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഈ മോൻ്റെ രക്തത്തിൽ പോലും ക്രിക്കറ്റ് അലിഞ്ഞിട്ടുണ്ടല്ലോ അമ്മച്ചി, എന്താ രഹസ്യം? അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഫുൾ ടൈം ക്രിക്കറ്റും കണ്ടുകൊണ്ടിരുന്നു അച്ഛോ. ക്രിക്കറ്റും കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ കൊച്ച് എന്ത് കൊച്ചായി? ക്രിക്കറ്റ് കൊച്ചായി. അതിൻ്റെ അർത്ഥം എന്താ? ആ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് ക്രിക്കറ്റും കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ കുഞ്ഞിൽ അതിൻ്റേതായൊരു സ്വാധീനം ഉണ്ടായി. ഇത് കേട്ട് പോയോ? ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഒരു തലമുറയ്ക്ക് മുഴുവൻ രൂപം കൊടുക്കുന്ന കുടുംബജീവിതക്കാരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന ജന്മമെടുക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും അവരെ സ്വാധീനിക്കും. അതുകൊണ്ട് കുടുംബജീവിതം മനോഹരം, സുന്ദരം, ദൈവവിളി, ആ വിളിയുടെ മനോഹാരിത ജീവിച്ച് തെളിയിക്കുമ്പോൾ കുടുംബത്തിൽ, നാടിനും, സഭയ്ക്കും, സമൂഹത്തിനും വലിയ മുതൽക്കൂട്ടായ മക്കൾ ജനിക്കും.